നേപ്പാളിൽ നമ്മൾ ജൻസി കലാപം കണ്ടു. അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് ലേയിലും ലഡാക്കിലുമാണ്. അവിടുത്തെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ആരുടെയൊക്കെ ശിങ്കിടിയായിട്ട് ഇരുന്നു കൊണ്ട് വിദേശത്തെ ആരുടെയൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്ത്യ ഒന്ന് തകർക്കാൻ, കലാപമൊക്കെ ഉണ്ടാക്കാം, ഭരണത്തെ അട്ടിമറിക്കാൻ എന്നൊക്കെ ശ്രമിച്ചുകൊണ്ട് കുറച്ച് കുഴിത്തുരുമ്പൊക്കെ ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഇന്ത്യൻ സൈന്യം കയറി തീർത്ത് തരിപ്പണം കിട്ടി അയാളെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പം ഉത്തർപ്രദേശിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ബാനറുകൾ പിടിച്ചുകൊണ്ട് കുറേ എണ്ണം ഇറങ്ങി നിന്ന് ഐ ലവ് മൗലാന, ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബാനറുകൾ. അതായത് ഞങ്ങൾ അവിടെ നിർത്തിയപ്പോൾ ഞങ്ങൾ ഇവിടെ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ യോഗി പറഞ്ഞു ഇത് 2017 ഇത് 2025. നിൻ്റെയൊക്കെ തലമുറകളെ ഞാൻ പഠിപ്പിക്കും. ഇവിടെ വല്ല കർഫ്യൂ ഉപരോധമോ വല്ല ആക്കിയാൽ നിൻ്റെയൊക്കെ തലമുറകളെ ഞാൻ പഠിപ്പിക്കും. എന്നോട് കളിക്കാൻ വരണ്ട, ഇവിടെ സൈന്യമൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു ശക്തനായ ഒരു സടകുടഞ്ഞെഴുന്നേറ്റ ഒരു നേതാവിനെ നമ്മൾ കാണുകയാണ് യു പിയിൽ. ഇതിനെങ്ങനെയാണ് മാഷെ കാണേണ്ടത്? ലഡാക്കിലെ കലാപം നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ലഡാക്ക്. അവിടെ അങ്ങനെ കലാപങ്ങളൊന്നും നടക്കാനായിട്ട് പാടില്ല. കലാപങ്ങൾ നടത്താൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സുരക്ഷിതത്തെ ബാധിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും സൈന്യം. അത് ഏത് ഭരണകൂടമായി കഴിഞ്ഞാലും അതിനൊറ്റ നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും സൈന്യം ഇടപെട്ട് അടിച്ചമർത്തി തീർക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ കലാപത്തിന് കാരണമായ വിഷയങ്ങൾ തീർച്ചയായിട്ടും സർക്കാർ പരിശോധിക്കേണ്ടതാണ്. തൊഴിലില്ലായ്മയും മറ്റുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് പരിഹരിക്കണം. അത് എപ്പോഴും ഏറ്റവും സുരക്ഷിതമായിട്ട് അവിടുത്തെ ജനതയ്ക്ക് ജീവിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിക്കൊടുക്കും. കാരണം നമ്മളെ സംരക്ഷിക്കേണ്ടവരും നമുക്കൊപ്പം നിൽക്കേണ്ടവരുമായിട്ടുള്ള ആളുകളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പക്ഷേ പ്രശ്നങ്ങളുടെ പേരിൽ അവിടെ കലാപം സൃഷ്ടിക്കാനും ആ കലാപം നടത്തുന്നതിന് വിദേശ സഹായം തേടുകയൊക്കെ ചെയ്താൽ അതിനെ ഒരു രാഷ്ട്രത്തിനും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് കാര്യത്തിലുണ്ട്. കാരണം കാർഗിൽ യുദ്ധമൊക്കെ നടന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളക്കാരെ മുഴുവൻ സഹായിച്ചത് ഈ ലഡാക്കിലെ ജനങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പാർട്ടാണ് അവർ. ഇന്ത്യയുടെ ആത്മാവ് തന്നെയാണ് അവരിലുള്ളത്. പക്ഷേ അതിൽ നുഴഞ്ഞു കയറ്റത്തിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു പൊളിക്കേണ്ടതാണ്. അങ്ങനെ അടിച്ചു പൊളിക്കുക, അത് തീർന്നു, അത് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു വാർത്ത നമ്മൾ ഉത്തർപ്രദേശിൽ കേൾക്കും. ഉത്തർപ്രദേശിൽ നിന്ന് കേൾക്കുന്ന വാർത്തയ്ക്ക് വർഗീയ സ്വഭാവം വളരെ കൂടുതലാണ്. അത് അങ്ങനെ വർഗീയമായിട്ടുള്ള ഒരു കലാപത്തിൻ്റെ പ്രശ്നമാണ്. ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ വഴിയിലിറങ്ങുക, പ്രശ്നങ്ങളുണ്ടാക്കുക. ആ പ്രശ്നങ്ങളെ അടിച്ചമർത്തും, സ്വാഭാവികമാണ്. ഒന്ന് യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ വളരെ സ്വേച്ഛാധിപത്യപരമായ ഇക്കാര്യങ്ങളിൽ കാണുന്ന ആളും വർഗീയമായിട്ട് കാണുന്ന ഒരാളാണ്. അവിടെ വിട്ടുവീഴ്ചകളൊന്നുമില്ല. കൃത്യമായിട്ട് ഇതാണ് എൻ്റെ നിലപാട്, ഈ വർഗീയത തന്നെയാണ് നിലപാട് എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതല്ലാണ്ട് വെറുതെ ഒളിച്ചുകളിയൊന്നും അതിനകത്ത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തനായിട്ടുള്ള വക്താവ് കൂടിയാണ് അദ്ദേഹം. ആ രാഷ്ട്രീയമാണ് അവിടെ നടപ്പിലാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഒരു ഘോഷയാത്ര നടന്നത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രക്ഷോഭത്തിന് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ബംഗ്ലാദേശിൽ പോലും ഒരു പ്രക്ഷോഭം നടത്തിയ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ മുന്നോട്ട് വെച്ചത് അവരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വെച്ചിട്ട് പ്രക്ഷോഭം നടത്തുന്നു. നേപ്പാളിലെ പ്രശ്നം അത് തന്നെയാണ്. ജനങ്ങളുടെ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് പ്രക്ഷോഭം നടത്തുന്നു എന്നുള്ളത്. ഇവിടെ ഐ ലവ് മുഹമ്മദിൽ എന്ത് ജനകീയ പ്രശ്നമാണ്? ഒരു പ്രശ്നവും അങ്ങനെ അവരതിൻ്റെ അകത്ത് കാണുന്നില്ല. ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മുഹമ്മദിൻ്റെ അനുയായികളായ കുറേ ആളുകൾ ഘോഷയാത്രക്ക് ഇറങ്ങുന്നു. അത് പ്രത്യേകിച്ച് ഈ വർഗീയത വളരെ ശക്തമായിട്ട് പ്രകടമാക്കപ്പെടുന്നതായിട്ടുള്ള തെരുവുകളിലാണ്. അതുകൊണ്ട് അതിനെ വർഗീയമായിട്ട് തന്നെയാണ് യോഗി ആദിത്യനാഥ് കണ്ടത്. കാരണം യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം നിർവഹിക്കുന്നു. അത് തെറ്റും ശരിയും ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ പ്രതിപാദിക്കപ്പെടുന്ന ആളുകൾ നേരത്തെ വളരെ ശക്തമായിട്ട് ഞാൻ തന്നെ യോഗി ആദിത്യനെ എതിർത്തിരുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന വീടുകൾ, ഫ്ലാറ്റുകൾ, അതുപോലെ കെട്ടിടങ്ങൾ ഒക്കെ തന്നെ JCB വെച്ച് ഇടിച്ച് പൊളിച്ച് കളയും. അതൊരു JCB പൊളിറ്റിക്സാണ്. ആ JCB പൊളിറ്റിക്സിനെ ഹൈക്കോടതി വരെയും അവസാനം അതിശക്തമായിട്ട് എതിർക്കുന്ന തലത്തിലേക്ക് എത്തും. ഇവിടെ പക്ഷേ എനിക്കൊന്ന് അത്തരത്തിലുള്ളൊരു വിഷയങ്ങളിലേക്ക് കിടക്കാനുള്ള സാധ്യത കുറവാണ്. ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് അവരിറങ്ങുന്നത് അവരുടെ വർഗീയതയോ അവരുടെ വർഗീയതയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന രാഷ്ട്രീയത്തെ പ്രകടമാക്കാൻ വേണ്ടി അതിനെ നിരോധിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്താൽ അതിന് കാര്യമായിട്ടുള്ള വോയിസ് ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പൊതുവിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ബംഗ്ലാദേശിൽ ഒരു ഭരണ അട്ടിമറി നമ്മൾ കണ്ടു, ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു, നേപ്പാളിൽ കണ്ടു,
അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ കൈകടത്തലുകൾ ഉണ്ട് എന്ന് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ജോർജ് സോറസുമായി രാഹുൽ ഗാന്ധി ചില ചർച്ചകൾ നടത്തിയതായിട്ട് ജോർജ് സോറസുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ജോർജ് സോറസുമായിട്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ, ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ എവിടെയോ ഇരുന്ന് കുറേ വിദേശ ശക്തികൾ കോപ്പ് കൂട്ടുന്നുണ്ട്. അതിന് ഇന്ത്യയിലെ ചിലരുടെ സഹായങ്ങൾ കൂടി ഉണ്ട് എന്നല്ലേ നമ്മൾ ഈ പെട്ടെന്ന് പുറപ്പെട്ടു വരുന്ന ഇത്തരം ഒരു കാര്യമില്ലാതെ വരുന്ന ഇത്തരം കലാപങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇല്ല, ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ടുണീഷ്യയിലോ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ നേപ്പാളിലോ നടത്തിയതുപോലെയുള്ള ഒരു ജനകീയ കലാപം കുറേ ആളുകൾ പെട്ടെന്ന് ഒന്ന് നടത്താം, അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു കലാപത്തിന് സാധ്യത ഇന്ത്യയിൽ ഇല്ല ശരി. കാരണം ഇന്ത്യ ഒന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രമാണ്. അങ്ങനെ ഡെമോഗ്രാഫി വെച്ച് പരിശോധിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഡെമോഗ്രാഫി. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളതാണ് ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ ബേസ്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രമാണ്. അവിടെ ആ രാഷ്ട്രത്തിലെ പല ഭാഗങ്ങളിലും ചില അസ്വസ്ഥതകളോ അസംതൃപ്തികളൊക്കെ ഉണ്ടാകും. അതിൻ്റെ പേരിൽ അവിടെ വേണേൽ വല്ല തെരുവ് കലാപങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നല്ലാണ്ട് ഇന്ത്യയിൽ ഒരു കലാപം എന്ന് പറയുന്നത് വളരെ അസാധ്യമാണ് എന്നാണ് എനിക്ക് കുറേ കാലമായിട്ട് തോന്നിയത്. ഇന്ത്യയിൽ ഒരു അഖിലേന്ത്യാ പണിമുടക്ക് പോലും നടത്താനുള്ള ശേഷിയുണ്ട്? അല്ല, ഇല്ലല്ലോ. കേരളത്തിൽ നടക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബംഗാളിലെന്ന് പറയാൻ പറ്റില്ല, അവിടെ നടക്കുമെന്നറിയില്ല. നേരത്തെ ഇടതുപക്ഷത്തിന് ശക്തി ഉണ്ടായിരുന്ന സമയത്ത് ബംഗാളിലും ത്രിപുരയിലും അതേപോലെ തന്നെ കേരളത്തിലുമൊക്കെ അത്തരം സമരങ്ങൾ പണിമുടക്കുകളൊക്കെ നടക്കുമായിരുന്നു. ആ പണിമുടക്കുകൾ എന്ന് പറയുന്നത് ഭരണകൂടത്തിന് എതിരായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതീകങ്ങൾ മാത്രമായിരുന്നു. അതുപോലും നടക്കാത്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയാം. പിന്നെയാണ് കലാപത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അസാധ്യം. ചെറിയ ചെറിയ തല്ലുപിടുത്തങ്ങളുണ്ടാക്കാം, തെരുവ് യുദ്ധങ്ങളുണ്ടാക്കാം, അതൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അടിച്ച് പപ്പടമാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സൈനിക ശക്തി, അതേപോലെ തന്നെ എല്ലാ സംസ്ഥാനത്തും അതിശക്തമായിട്ടുള്ള പോലീസ് സംവിധാനം, ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്ത് വളരെ കടുത്ത അസംതൃപ്തി എന്ന് പ്രത്യേകം പറയുന്നത് എല്ലാ വിഭാഗംപ്പെട്ട ജനങ്ങൾക്കും അസംതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിൽ പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അതേപോലെ തന്നെ ഈ പണമാന്ദ്യം, വിലക്കയറ്റം, അങ്ങനെ പൊറുതിമുട്ടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്താണ് ജനങ്ങൾ വെറുതെ തെരുവില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിലവിലുള്ള ഭരണകൂടങ്ങൾ എപ്പോഴും ശ്രമിക്കും. കാരണം ഭരണകൂടത്തിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് വെൽഫെയറിസമാണ്, ക്ഷേമപ്രവർത്തനമാണ്. ക്ഷേമപ്രവർത്തനം എല്ലാവരും നടത്തും. മോശമായിട്ടുള്ള പ്രവർത്തനം കുറച്ച് നടന്നാൽ പോലും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറേ ക്ഷേമപ്രവർത്തനം നടത്തും. പിണറായി സർക്കാർ പോലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബാലൻസിങ് സിസ്റ്റം നിലനിൽക്കുന്ന സമയത്ത് ഒരു വലിയ ടോട്ടൽ കലാമിലിറ്റി എന്ന് പറയുന്നത് സാധ്യമല്ല. പിന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയും. ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഭരണകൂടത്തെ മുഴുവനുമായിട്ട് നിയന്ത്രിക്കുന്നത് മിക്കവാറും അത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും മറ്റ് സംവിധാനങ്ങളൊക്കെയാണ്. അത് അവരുടെ നയം നടപ്പാക്കുന്നവർക്ക്. പക്ഷേ കലാപം ഉണ്ടാക്കാനായിട്ട് അവർ അതിന് പ്രാപ്തരല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ബംഗ്ലാദേശ് പോലെയോ നേപ്പാൾ പോലെയോ അല്ലെങ്കിൽ ശ്രീലങ്ക പോലെയോ ഇന്ത്യയെ കാണാൻ പാടില്ല ഒരിക്കലും. ഇനി മാത്രമല്ല, ടുണീഷ്യ ഉണ്ടായിരുന്നു, മുല്ലപ്പൂ വിപ്ലവമൊക്കെ നടന്നു. ഇവിടേക്ക് എന്താ സംഭവിച്ചത്? അത് ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്തു? അത് അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളതാണ്. കാരണം യാതൊരു ലക്ഷ്യബോധമില്ലാതെ വെറുതെ അരാജകത്വം സൃഷ്ടിക്കുന്നതായിട്ടുള്ള കുറേ ഭ്രാന്തന്മാർ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ശ്രീലങ്കൻ പാർലമെൻറ്റ് കൈയേറിയ ഇന്ത്യൻ പാർലമെൻറ്റ് കൈയേറാൻ പറ്റും? സാധ്യമല്ലാത്ത കാര്യമാണ്.